ഏറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ബഹിരാകാശം. ഭൂമിയേക്കാൾ മനോഹരമായ പലതും അവിടെയുണ്ടെന്ന് തോന്നിപ്പോകും വിധത്തിലുള്ള ചിത്രങ്ങളാണ് വിവിധ ബഹിരാകാശ ഏജൻസികൾ പുറത്തുവിടാറുള്ളത്. ബഹിരാകാശം ഇത്ര മനോഹരമായത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ബഹിരാകാശത്തിന്റെ ഇരുണ്ട കാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. പ്രപഞ്ചം രൂപാന്തരപ്പെട്ട കാലത്ത് ഇത്രയധികം ശോഭനമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശകിരണങ്ങളെ കട്ടിയുള്ള വാതകങ്ങൾ തടഞ്ഞു നിർത്തുകയും കാലങ്ങളോളം ബഹിരാകാശം ഇരുട്ടിലാവുകയും ചെയ്തിട്ടുണ്ട്. പാൻഡോറസ് ക്ലസ്റ്റർ എന്ന് വിളിക്കുന്ന കോസ്മോസിന്റെ ഭാഗത്താണ് ജെയിംസ് വെബ് ദൂരദർശിനി പഠനം നടത്തിയത്. ഒരു കൂട്ടം ഗാലക്സികളുടെ സമൂഹമാണ് ഇത്. വളഞ്ഞ തരത്തിൽ കോസ്മിക് ലെൻസ് സൃഷ്ടിക്കുകയും മറുവശത്തുള്ള വസ്തുക്കളെ വലിപ്പമുള്ളതായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. അതായത് വെളിച്ചം നേർരേഖയിൽ മാത്രമല്ല, മറിച്ച് വളവിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് പ്രത്യേകത. ഈ കോസ്മിക് പാതയും ശക്തിയേറിയ ദൂരദർശിനിയും ഉപയോഗിച്ചാണ് പല കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ളത്. പ്രകാശം ഭൂമിയിലെത്താൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപം പ്രാപിച്ച ചെറു ഗാലക്സി സമൂഹത്തെയാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചത്. ഈ കാലയളവിൽ അൾട്രാവയലറ്റ് രശ്മികളും പുറംതള്ളി. വർഷങ്ങൾ പിന്നിട്ടതോടെ വാതകമേഘങ്ങളുടെ കട്ടി കുറയുന്നതിന് കാരണമായി. പിന്നീട് നക്ഷത്രത്തിന്റെ പ്രകാശം കൂടുതൽ ദൃശ്യമായി തുടങ്ങി. ഇങ്ങനെയാണ് ഇന്നു കാണുന്ന തരത്തിൽ പ്രകാശമേറിയ ഗാലക്സികളും നക്ഷത്രങ്ങളും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നേച്ചർ ജേണലാണ് ഇത് സംബന്ധിച്ച പഠനം പങ്കുവച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.